പ്രിയങ്കുട്ടാ, എന്തോ സാർ? എന്തൊരു സന്തോഷാണെന്നറിയാം, സ്റ്റുഡിയോയിലൊക്കെ വന്ന് പാടിയില്ലേ? ആ സാറേ, ആ പണ്ട് തൊട്ട് എനിക്ക് ആഗ്രഹമായിരുന്നു സിനിമയിലൊന്ന് പാടണം. സ്വപ്നം കണ്ടതായിരുന്നു. സ്വപ്നം സാക്ഷാത്കരിച്ചല്ലോ. ഇനി എത്ര പാട്ടുകളാ പാടാൻ പറഞ്ഞത്? ഇതൊരു തുടക്കം മാത്രല്ലേ? അതെ അല്ലെ? അതും ഈ ചെറിയ വയസ്സിൽ പിന്നണി ഗായകനായില്ലേ? ഇപ്പൊ എത്ര വയസ്സായി? ഇപ്പം 12 ആവാനായി. പ്രിയങ്കുട്ടൻ മിടുക്കനായിട്ട് പാടിയിട്ടുണ്ട് കേട്ടോ ആ പാട്ടിൽ ഒരു ലൈൻ. താങ്ക് യു സാർ. ഭയങ്കര സന്തോഷമായി റിയാൻകുട്ടൻ പാടിയപ്പോഴേക്കും. താങ്ക് യു സാർ. മാത്രമല്ല റിയാൻകുട്ടൻ അവിടെ വെച്ചിട്ട് എന്റെ അടുത്ത് നൊട്ടേഷൻ ഒക്കെ പറയാൻ തുടങ്ങി. ഇതിങ്ങനെയല്ലേ എന്നൊക്കെ ചോദിച്ചു. അത് ഭയങ്കര സന്തോഷം. അതാണ് ഏറ്റവും സന്തോഷം. റിയാൻകുട്ടൻ, ഇവിടെ പുതിയൊരാളുണ്ട്. ഉണ്ണിമേനോൻ സാർ. എന്താ പ്ലേ ബാക്ക് സിംഗർ ആയെന്നൊക്കെ കേട്ടല്ലോ. ഉണ്ണിമേനോൻ സാറേ, എത്ര കാലായി കണ്ടിട്ട് ഞമ്മളൊക്കെ മറന്നുപോയാ? ഞാൻ മറന്നിട്ടില്ല. ഫുൾ നെയിമാ വിളിക്കണേ, ഉണ്ണിമേനോൻ സാറേ. റിയാൻകുട്ടനെയൊക്കെ മറക്കാൻ പറ്റുമോ? എന്ത് ടൈപ്പ് ഓഫ് പാട്ടുകളാ പാടി വെച്ചിട്ടുള്ളത്. താങ്ക് യു സാർ. മറക്കാനൊന്നും ഒരിക്കലും പറ്റില്ല കേട്ടോ. അപ്പൊ പ്ലേ ബാക്ക് സിംഗർ ആയതിന് ട്രീറ്റ് വേണം നമുക്ക്. ഇങ്ങോട്ട് തന്നില്ലെങ്കിൽ അങ്ങോട്ട് തരും. ആ ഷർട്ടും പാന്റും ഭയങ്കര രസമായിട്ടുണ്ട്. അതെ, മാച്ചിങ്. അല്ലെങ്കിലും ചുന്ദരനാണല്ലോ. അപ്പൊ ഇന്ന് ഇതാണ് പാട്ട്. ഇന്നും ഞാൻ MJ സാറിന്റെ പാട്ട് കേട്ടാ വന്നിരിക്കുന്നത്. അമ്മ മഴക്കാറിന് കണ്ണിറങ്ങി. ഇന്നലെ എന്റെ പാടി ഞങ്ങളെയൊക്കെ കരയിപ്പിച്ചു. ഇന്നും കരയിപ്പിക്കാനുള്ള പരിപാടിയാ. 100 മാർക്കും മേടിച്ചേ. അതെ, ഇതില് 100 മാർക്ക് കിട്ടട്ടെ. താങ്ക് യു. അപ്പോ MJ അങ്കിളിന്റെ സംഗീതം, ഗിരീഷ് പുത്തഞ്ചേരി, ഗിരീഷ് ഏട്ടന്റെ ലിറിക്സ് അല്ലേ? സിനിമയുടെ പേര് മാടമ്പി. സിനിമ ഇറങ്ങിയ വർഷം 2008 അല്ലേ? പാടിയത് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട KJ യേശുദാസ്. ദാസേട്ടൻ. തുടങ്ങാം. ഇന്ന് പാടുന്നത് ഇന്നിവിടെ പാടുന്നത് റിയാൻകുട്ടൻ. താങ്ക് യു ചേച്ചി. താങ്ക് യു സാർ. താങ്ക് യു MJ സാറേ. പിടഞ്ഞു മണൽ മായ്ക്കുമീ കാൽപ്പാടുകൾ തേടി നടന്നൊരു ജപസന്ധ്യേ. അമ്മ മഴക്കാറിനു കണ്ണിറഞ്ഞു, ആ കണ്ണീരിൽ ഞാൻ നനഞ്ഞു. പാർവണങ്ങൾ പടിവാതിൽ ചാ
ഞാൻ നനഞ്ഞു. കന്നിവെയിൽ പാടത്തു കനലെരിഞ്ഞു. ആ മൺകൂടിൽ ഞാൻ പിടഞ്ഞു. മണൽ മായ്ക്കുമീ കാൽപ്പാടുകൾ തേടി നടന്നൊരു ജപസന്ധ്യേ. അമ്മ മഴക്കാറിനു കണ്ണിറഞ്ഞു. ആ കണ്ണീരിൽ ഞാൻ നനഞ്ഞു. ആ കണ്ണീരിൽ ഞാൻ നനഞ്ഞു. പണ്ട് എനിക്ക് ഈ അവസരങ്ങളൊന്നും വരാതിരുന്ന സമയത്ത് എഞ്ചിനീയറിംഗ് ഒക്കെ വിട്ട് വീട്ടിലിങ്ങനെ ഇരിക്കുമ്പോൾ ഭയങ്കര സങ്കടം വരുമ്പോഴത്തേക്കും ഞാൻ അമ്മയുടെ അടുത്ത് ചോദിക്കും, അമ്മ എൻ്റെ വഴി ഏതാണ്, എൻ്റെ സംഗീതം കേൾക്കാൻ ആരെങ്കിലും ഉണ്ടാവുമോ എന്ന്. അപ്പോൾ അമ്മ പറയും, മോനെ ഒരു സമയത്ത് നിന്റെ സംഗീതം ഈ ലോകം കേൾക്കും. ഇപ്പോൾ എൻ്റെ മകന് വേണ്ടിയിട്ട് ഒരു പ്രാർത്ഥന എന്താ വെച്ചാൽ ഈ ലോകം നമ്മുടെ റിയാൻ കുട്ടൻ്റെ പാട്ട് കേട്ടുകൊണ്ടേയിരിക്കണം. അത് വീണ്ടും 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 കേൾക്കണം. കാരണം അവന് ഈശ്വരൻ ഇങ്ങനെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. അങ്ങനെ അത്രയ്ക്കധികം ടാലൻ്റ് ഉണ്ടെങ്കിലാണ് ഈ പാട്ട് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്നതും ഈ പാട്ടിൻ്റെ ശ്രുതിയിൽ ലയിക്കുന്നതും അതൊരു ലയമായി അമ്മയിലേക്ക് എത്തുന്നതും. അമ്മ മഴക്കാറിനു കണ്ണിറഞ്ഞു. ആ കണ്ണീരിൽ ഞാൻ നനഞ്ഞു. കന്നിവെയിൽ പാടത്തു കനലെരിഞ്ഞു. ആ മൺകൂടിൽ ഞാൻ പിടഞ്ഞു. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വലിയ അവാർഡ് എന്താ കിട്ടിയത് എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് എൻ്റെ അമ്മയ്ക്ക് ഈ പാട്ട് കേൾപ്പിച്ചതും, അമ്മയ്ക്ക് ഒട്ടും വയ്യാഞ്ഞിട്ടും ഇരിക്കാൻ പോലും വയ്യാഞ്ഞിട്ടും നമ്മുടെ കാറിൽ ഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോകുന്ന ഒരു അവസരത്തിൽ വല്ലാണ്ട് വയ്യാണ്ട് ഇരിക്കുന്ന സമയത്ത് ഈ പാട്ട് കേൾപ്പിച്ചപ്പോഴത്തേക്കും അമ്മയുടെ ഒരു തുള്ളി കണ്ണുനീര് ഇങ്ങനെ പൊഴിഞ്ഞത്. അതാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അവാർഡ് ഈ ജീവിതത്തിൽ. മന്ത്രദീക്ഷ തരുമോ? അതിനേക്കാൾ വലിയ അവാർഡൊന്നും ഇല്ല. സാർ എനിക്ക് സിനിമയിൽ പാടാൻ അവസരം തന്നില്ലേ, അപ്പൊ ഞാൻ തിരിച്ചൊരു ഗിഫ്റ്റ് തന്നതാ. വാക്കുകൾ വഴിമുട്ടി പോകും ചിലപ്പം അല്ലേ സ്നേഹത്തിന്റെ മുമ്പിൽ. റിയാൻകുട്ടനൊക്കെ സ്നേഹിക്കുന്നതെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, അത് കറകളഞ്ഞതാണ്. അതുപോലത്തെ സ്നേഹം ഒക്കെ കിട്ടണമെങ്കിൽ നമ്മളൊക്കെ ഭാഗ്യമാണ് അല്ലേ? തീർച്ചയായിട്ടും അതെ അല്ലേ ഉണ്ണിച്ചേട്ടാ? തീർച്ചയായിട്ടും ഈ സ്നേഹം ഉണ്ടല്ലോ, ഞാൻ അവൻ്റെ അടുത്ത് വരുമ്പോഴത്തേക്കും അവൻ എന്നോട് ചേർന്ന് നിൽക്കുന്ന ഒരു സ്നേഹം ഉണ്ടല്ലോ, അത് സോ ബ്യൂട്ടിഫുൾ. എൻ്റെ മക്കളുടെയൊക്കെ കൊച്ചുകുട്ടിക്കാലങ്ങൾ ഞാനിങ്ങനെ ഓർക്കണം. അവരെ എത്രയോ റെക്കോർഡിങ്ങുകളിലൊക്കെ കഴിഞ്ഞിട്ട് രാത്രിയൊക്കെ ഇങ്ങനെ വീട്ടിലെത്തുമ്പോഴത്തേക്കും രാത്രി 1 മണി 2 മണി മധുവിനൊക്കെ ആ അനുഭവം ചേട്ടനുണ്ട്. അപ്പൊ മാത്രമാണ് അവരെ കാണാൻ കിട്ടുന്നത്. അപ്പൊ ഉറക്കമായിരിക്കും. ആ സമയത്ത് നമ്മൾ ചേർത്ത് പിടിക്കൂലേ, അതുപോലെയാണ് റിയാൻകുട്ടനെ ചേർത്ത് പിടിക്കുന്നത് കേട്ടോ. അസാധ്യമായിട്ട് പാടി, അസാധ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമോഷനാണ്. അതാണ് ഞാൻ പറയുന്നത്. എല്ലാവരും നോട്ട്സ് പാടും, സ്വരങ്ങൾ പാടാൻ വളരെ ഈസിയാണ്, ടെക്നിക്കലി നന്നായാൽ മതി. പക്ഷെ അതിൻ്റെ ഉള്ളിലെ ഭാവതലങ്ങൾ മാത്രമല്ല, അത് ഇത്രയും സ്നേഹാർദ്രമായിട്ട് ഹൃദയാർദ്രമായിട്ട് പാടണം എന്ന് നമ്മൾ കരുതാം. പക്ഷെ പാടി വരുമ്പോൾ അങ്ങനെ ആവണമെങ്കിൽ അത് ടാലന്റ് ആണ്. തീർച്ചയായിട്ടും അതാണ് നമ്മുടെ റിയാൻകുട്ടൻ. അപ്പൊ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ട് കേട്ടോ. കേട്ടോ, ഞാൻ എൻ്റെ അമ്മയോട് പ്രാർത്ഥിക്കുകയാണ്, റിയാൻകുട്ടന് അമ്മ എനിക്ക് തന്ന അനുഗ്രഹം പോലെ റിയാൻകുട്ടനും കൊടുക്കണം. അത്രയ്ക്ക് സന്തോഷത്തോടെ കേട്ടോ. നീ പകർന്ന നറുപാൽ തുളുമ്പുമൊരു മൊഴിതൻ ചെറുചിമിഴി, പാതി പാടുമൊരു പാട്ടുപോലെ അതിലലിയാൻ കൊതിയല്ലേ അമ്മേ, ഇനി ഉണരാനൊരു സ്നേഹ
അത് മാത്രമല്ല എം ജെ അങ്കിള് ഇപ്പം എം ജെ അങ്കിള് പറഞ്ഞില്ലോ അവസരങ്ങളൊന്നും അധികം ഇല്ലാതിരുന്ന ഒരു സമയത്ത് അമ്മയുടെ അടുത്ത് പോയി ഇങ്ങനെ സംസാരിച്ചു. അപ്പം ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്നത് ഇങ്ങനെ ഒരു നല്ലൊരു അവസരത്തിന് വേണ്ടിയായിരുന്നു. ഇതുപോലെ തന്നെ ഏതൊരമ്മയും പോലെ റിയാൻകുട്ടൻ്റെ ഒരു നല്ല അവസരത്തിന് വേണ്ടി കാത്തിരുന്ന ഒരമ്മ ഇപ്പം നമ്മുടെ കൂടെ ഈ സ്റ്റേജിലുണ്ട്. റിയാൻകുട്ടൻ്റെ അമ്മയാണ്. അതുകൊണ്ടാണ് ചേച്ചി ഇത്ര ഇരുന്ന് കരയുന്നതും ബുദ്ധിമുട്ടുന്നതും. എനിക്കിത് പറയാനേ പറ്റുന്നില്ല. എനിക്കത് 100% അറിയാം. പക്ഷേ റിയാൻകുട്ടന് കിട്ടുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റാണ് കേട്ടോ ഇവിടെ. റിയാൻകുട്ടനെ എല്ലാവരും അറിയുന്നതും ഇങ്ങനെ നല്ലൊരു സ്റ്റേജ് കിട്ടുന്നതും ഇത്രയും സ്നേഹിക്കുന്ന കുറേ പേരുള്ളതും ഒക്കെ അത് ചേച്ചിയുടെ ഇഷ്ടത്തിനുള്ള ഗിഫ്റ്റാണ്. 100% അങ്ങനെ തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ അമ്മ എന്ന് പറഞ്ഞാൽ അമ്മയെ പോലെ അമ്മ മാത്രമേ ഉള്ളൂ. ഞാൻ എൻ്റെ മക്കളോടും പറയും, അതായത് എന്നെ ഇപ്പൊ സ്നേഹിച്ചാലും സ്നേഹിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, വേണമെങ്കിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ പറഞ്ഞോ, പക്ഷെ അമ്മയെ കരുതണം എന്ന് പറയാം. കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ അമ്മയടുത്ത് ഒരു നോ പോലും പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് ഓർമ്മയില്ല. അമ്മ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ അനുസരിച്ചിട്ടുണ്ട്. അനുസരിക്കാൻ പറ്റാത്തത് അമ്മയോട് പറയാറില്ല. പിന്നെ ചെയ്യുമ്പോൾ അത് വേറൊരു രീതി ചെയ്യുമ്പോൾ അമ്മ ചോദിക്കും, എന്താ നീ അങ്ങനെ ചെയ്ത കുട്ടാ നീ ചോദിക്കുമ്പോഴത്തേക്ക് ഞാൻ അതിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്ക് അമ്മ അത് മനസ്സിലാക്കുകയും ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ അമ്മയടുത്ത് ഒരു നോവും പറയാത്ത ഒരു മകൻ എന്നുള്ള രീതിയിൽ വളരെ ഒരു ഭയങ്കര അഭിമാനമാണ് ഈ സ്റ്റേജിൽ നിൽക്കുമ്പോൾ. അതുകൊണ്ടായിരിക്കും ഈശ്വരൻ എനിക്ക് അമ്മ മഴക്കാറ് എന്നുള്ള പാട്ട് തന്നത്. അമ്മ മഴക്കാറിനു കണ്ണിറഞ്ഞു, ആ കണ്ണീരിൽ ഞാൻ നനഞ്ഞു. അപ്പൊ അതുപോലൊരു അമ്മയാണ് നമ്മുടെ റിയാൻകുട്ടൻ. അച്ഛൻ്റെ കാര്യവും പറയുന്നു. ഞാനും ഒരു അച്ഛനായതുകൊണ്ട് എനിക്ക് മനസ്സിലാവും എന്താണ് മോമെന്റ്സ്, എന്താണ് ഇമോഷൻസ്, എന്താണ് ജേണി എന്നുള്ളത് മനസ്സിലാവും. അവർക്ക് രണ്ടുപേർക്കും ഒരു വലിയ നമസ്കാരമുണ്ട്. കാരണം അത്രയും സ്നേഹത്തിലാണ് എല്ലാ അച്ഛനും അമ്മമാരും മക്കളെ സ്നേഹത്തോടെയാണ് ചേർത്ത് പിടിക്കുന്നത്. പക്ഷെ ഇതിന്റെ ജേണി എന്ന് പറയുന്നത് എനിക്കറിയാം. അപ്പൊ ആ ജേണിയിൽ അവനെ ഇങ്ങനെ കൈവെള്ളയിൽ കൊണ്ട് നടക്കുന്ന രണ്ടാൾക്കാരാണ്. അവർക്കും വലിയൊരു ബിഗ് സല്യൂട്ട് എല്ലാ സമയത്തും ഉണ്ട്. അല്ലേ സാറേ, എനിക്കൊരു ആഗ്രഹമുണ്ട്. എന്താന്നറിയോ? എനിക്ക് ഒരു ആൽബം ഇറക്കണമെന്നുണ്ട്. ആണോ? നമുക്ക് ഇറക്കിക്കളയാം അല്ലേ? ആ, അതൊരു വലിയ സംഭവം ഒന്നല്ലല്ലോ അല്ലേ മധു? തീർച്ചയായിട്ടും നമ്മൾ ചെയ്യല്ലേ? തീർച്ചയായിട്ടും ചെയ്യാം. അതെ റിയാൻകുട്ടാ, എന്തോ സാർ? ദേ അമ്മ മഴക്കാരന് കണ്ണ് നിറഞ്ഞല്ലോ. അമ്മയുടെ കണ്ണിൽ നിന്ന് സന്തോഷത്തിന്റെ കണ്ണീര് ഇപ്പൊ ഈ പാട്ട് കേട്ടപ്പോ. പിന്നെ എം ജെ ഞങ്ങൾ പറഞ്ഞ കേട്ടപ്പോഴും കുറച്ച് ഇമോഷണൽ ആയ എന്റെ കണ്ണീരും ഉണ്ട്. അസലായിട്ട് പാടി. താങ്ക് യു സാർ. നല്ല ഫീൽ ഉണ്ടായിരുന്നു. താങ്ക് യു സാർ. പല സ്ഥലങ്ങളിലും ഞാൻ ആഹാ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഇവിടെ. അപ്പൊ എന്തായാലും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇതൊന്നും പ്രത്യേകിച്ച് എനിക്ക് പറയാനില്ല. ഞാൻ അതിൽ ടെക്നിക്കൽ കാര്യങ്ങളൊന്നും ഞാൻ എടുത്തു പറയുന്നില്ല. അതിലൊന്നും ഞാൻ നോട്ട് ചെയ്തിട്ടുമില്ല. ആ ഭാവമാണ് ഈ പാട്ടിന് മെയിനായിട്ട് വേണ്ടത്. ഭാവമാണ്. അത് മാക്സിമം റിയാൻകുട്ടൻ കൊടുത്തിട്ടുണ്ട്. വളരെ വളരെ ഇഷ്ടമായി. താങ്ക് യു സാർ. ഓക്കെ. ഞാൻ ഇവനിൽ കാണുന്ന ഒരു മ്യൂസീഷ്യനാണ്, ഒരു പാട്ടുകാരൻ മാത്രമല്ല. അവനത് അതിന്റെ നോട്ട്സ് എന്ന് പറയുന്ന ആ സ്വരങ്ങളൊക്കെ അതിൽ ആ സ്വര വ്യതിയാനങ്ങൾ ആ കോഡ് പ്രോഗ്രഷൻസിലൂടെ പോകുമ്പോഴത്തേക്കും അവൻ അതിൽ ജേർണി ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ അത് നമ്മുടെ കുഞ്ഞുങ്ങളിലൊരു പ്രത്യേകമായ ഈവൻ ഒരു എക്സെപ്ഷൻ ആയിട്ട് എനിക്ക് തോന്നുന്നു. എക്സെപ്ഷണൽ ആണ് ആ കാര്യം. അപ്പൊ അവനെ ഒരു പാട്ടുകാരൻ മാത്രമല്ല, ഒരു മ്യൂസീഷ്യനായിട്ടും വളർത്തിയത്. ചിലപ്പോ അവനൊരു മ്യൂസിക് കമ്പോസർ ആവും. അതെ, ചിലപ്പോഴല്ല മിക്കവാറും ഓൾറെഡി ആയല്ലോ. നല്ലൊരു പാട്ട് കമ്പോസ് ചെയ്തല്ലോ. തീർച്ചയായിട്ടും. കേട്ടില്ലേ? എന്തായിരുന്നു? കാക്കയുടെ. ആ അതെ, അങ്ങനത്തെ പാട്ടുകളൊക്കെ വരും അല്ലേ? എനിക്ക് തോന്നിയിട്ടുള്ള ഭയങ്കര വേഴ്സറ്റൈലാണ് തോന്നി. അതായത് നമ്മളിപ്പോൾ ഈ പാത്തോസ് സോങ്സ് മാത്രമാണ് റിയാൻകുട്ടൻ പാടുന്നത് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് തെറ്റാം. കാരണം ഭയങ്കര വെറൈറ്റി ഓഫ് സോങ്സ് ഇവിടെ അവതരി പാടിയിട്ടുണ്ട്. അതെ, അത് മാത്രമല്ല ഒരു ഭയങ്കര കോയിൻസിഡൻസ് എന്താ വെച്ചാല് കുട്ടൻ അമ്മയ്ക്ക് വേണ്ടിയിട്ടും അച്ഛന് വേണ്ടിയിട്ടും ബെസ്റ്റ് ഓഫ് ദി സോങ്സ് ചെയ്തു. അതെ അതെ അല്ലേ? ആ 2 സോങ്ങും വേദിയിൽ അവതരിപ്പിച്ചത് റിയാൻകുട്ടനാണ്. അതെ അതെ, ഇന്നലെ കോയിൻസിഡൻസ് ആയിട്ട് തോന്നി. കാരണം എല്ലാവർക്കും കിട്ടുന്ന ഒരു ഭാഗ്യമല്ല ഒരു അമ്മയ്ക്ക് വേണ്ടിയിട്ടും ഒരു അച്ഛന് വേണ്ടിയിട്ടും ഒരു സൂപ്പർ ഹിറ്റ് സോങ്സ്. അതായത് ഇനിയിപ്പോ 25-50 കൊല്ലം കഴിഞ്ഞാലും ഓർമ്മിക്കുന്ന 2 പാട്ടുകൾ ഉണ്ടാക്കി വെച്ചു. അതെ അതെ അതെ. ഇനി ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും
കുഴപ്പമില്ല. അത്രയും മനസ്സിൽ നിൽക്കുന്ന പാട്ടുകൾ ചെയ്തു വെച്ചു കൂട്ടൻ. പിന്നെ ആ പരാതിയും കഴിഞ്ഞ് കിട്ടി. അച്ഛന് വേണ്ടിയും പാടി, അമ്മയ്ക്ക് വേണ്ടിയും പാടിയല്ലോ. അത് തന്നെ മറ്റേ റിയാൻകുട്ടനും ചെയ്തു. അമ്മയ്ക്കും അച്ഛനും വേണ്ടി ചെയ്തു. അതൊരു ഭയങ്കര കോയിൻസിഡൻസ് ആയിട്ട് തോന്നി. താങ്ക് യു സാർ. പാടുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞില്ലേ മോനെ, അന്ന് ഇന്നലെ എന്റെ പാടിയിട്ട് ഞങ്ങളെയൊക്കെ കരയിപ്പിച്ചു, ഇന്നും കരയിപ്പിച്ചു. ശരിക്കും അതൊരു ഭയങ്കര മൂമെന്റ്. അത് താങ്ക് യു സാർ. ഞാൻ ഒന്നും പറയാനില്ല മോനെ, അസാധ്യമായിട്ട് പാടി. താങ്ക് യു സാർ. ആ പാട്ടിന് എന്താണോ വേണ്ടത് അത് അത് correct ആയിട്ട് കൃത്യമായിട്ട് അവതരിപ്പിച്ചു. ഒരു പാട്ടിന്റെ ഏറ്റവും ബെസ്റ്റ് ഫോമില് എങ്ങനെയാണ് പാടുക എന്നാണ് അവൻ ആദ്യം ചിന്തിക്കുന്ന തോന്നുന്നുണ്ട് അല്ലേ? അതുകൊണ്ട് ഏറ്റവും ബെസ്റ്റ് ആണ് മോൻ എപ്പോഴും ഇവിടെ കൊടുക്കുന്നത്. ഞാനുണ്ടല്ലോ സാറേ, ആ എപ്പോഴും ഇങ്ങനെ ടേക്ക് എടുക്കുന്നതിന് മുമ്പ് എനിക്ക് ഒറ്റയ്ക്ക് സംസാരിക്കുന്ന ശീലമുണ്ട്. ഉം. അപ്പോൾ ടേക്ക് എടുക്കുന്നതിന് മുമ്പ് സ്വകാര്യത്തില് ഈ നല്ലോണം പാടണേ, നല്ലോണം പാടണേ. നല്ല കാര്യമാണത്. അങ്ങനെ പറയണം, നല്ല പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ സ്വീറ്റ് ഓഫ് യെസ്. എല്ലാ നന്മകളും വരട്ടെ മോനെ. താങ്ക് യു സാർ. ഓൾ ദി ബെസ്റ്റ് വിഷസ് ആൻഡ് ഗുഡ് ലക്ക്. താങ്ക് യു സാർ. അനുപേ, നമ്മുടെ മോന്റെ പാട്ടിനെ പറ്റി ഒന്ന് പറഞ്ഞു. നല്ല ഫീലോടുകൂടി പാടി. ശരിക്കും ഈ പാട്ട് കേൾക്കുമ്പോൾ തന്നെ ഞാനും എൻ്റെ അമ്മയുമായിട്ടാണ് കണക്റ്റഡ് ആവുന്നത് പെട്ടെന്ന്. ആ പാട്ടിൻ്റെ ശരിക്കും കൂടുതൽ ഇമോഷണലായിട്ട് ഇരുന്ന് വായിക്കുകയായിരുന്നു ചെയ്തത്. ശരിക്കും റിയാൻ റിഹേഴ്സലിനും നന്നായിട്ട് പാടിയിരുന്നു. അതേപോലെ തന്നെ ഇവിടെ നന്നായിട്ട് പാടുമെന്ന് ഉറപ്പുണ്ടായിരുന്നു. 4 നോട്ട് ഇറക്കിയാണ് പാടിയത്. എന്നാലും അതിൻ്റെ ഫീലൊന്നും നഷ്ടപ്പെടാതെ റിയാൻ അത് നന്നായിട്ട് ഫീലോടുകൂടി പാടി. താങ്ക് യു സാർ. ഹിറാൾ ബ്രദർ, പാട്ടിനെ പറ്റി ഒന്ന് പറയാമോ? റയൻകുട്ടൻ പ്രാക്ടീസിന് തന്നെ വളരെ ഗംഭീരമായിട്ട് പാടി. മാത്രമല്ല അവൻ വളരെ ഫോക്കസ്ഡ് ആയിരിക്കുന്നു ചെയ്യുന്ന കാര്യത്തിൽ, വളരെ ഫോക്കസ്ഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ ഏതായാലും ഗംഭീരമായിട്ട് പാടി. എല്ലാവരും വളരെ ഇഷ്ടമായി, സന്തോഷമായി. ഇത്രയും ഫോക്കസ്ഡ് ആയിട്ട് പാടുമ്പോഴത്തേക്കും നമ്മൾ എന്താ കൊടുക്കാൻ പോണേ മധു? 100 out of 100. So it's going to be 100 on 100 for Rian Kutan plus 3 stars today. താങ്ക് യു സാർ. Congrats. ഒരണ്ടങ്ങനെ ഒരു മധുര മഴ നമ്മുടെ റിയാൻ കുട്ടന്. അപ്പൊ ഇന്നത്തെ പെർഫോമർ ഓഫ് ദ ഡേ ആരാണ്? റിയാൻകുട്ടനാണ്. റിയാൻ കുട്ടൻ പല്ല് തേക്കണേ. തേക്കാം. ഈ മിഠായി ഒക്കെ കഴിച്ചിട്ട് പല്ല് തേച്ച് പാടുക. അതെ. കണ്ണീറഞ്ഞു ആ കണ്ണീരിൽ ഞാൻ നനഞ്ഞു. നമുക്ക് പോവാം. പോവാ. റിയാൻകുട്ടന് വില്ലി വൈറ്റിന്റെ ഒരു ഗിഫ്റ്റ് ഹാമ്പർ.